സൗദി അറേബ്യയിലെ 88% കമ്പനികളും ഈ വർഷം വേതനം ഉയർത്തിയെന്ന് റിപ്പോർട്ട്. സാങ്കേതിക സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയതും സൗദി കമ്പനികളാണെന്ന് പ്രോകാപിറ്റ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് കമ്പനി നടത്തിയ വാർഷിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു. പ്രോകാപിറ്റ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് കമ്പനിയുടേതാണ് സർവേ. ഗൾഫ് രാഷ്ട്രങ്ങളിലെ വ്യവസായ പ്രമുഖരും മാനവശേഷി വിദഗ്ധരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 750-ലേറെ സ്ഥാപനങ്ങളും സർവേയിൽ പങ്കെടുത്തു. റിപ്പോർട്ട് പ്രകാരം വേതനമുയർത്തലിൽ സൗദിക്ക് പിന്നിലാണ് മറ്റു ഗൾഫ് രാജ്യങ്ങൾ. സൗദിയിലെ 88.1% കമ്പനികളും വേതനം കൂട്ടി. ഇത് ഗൾഫ് ശരാശരിയേക്കാൾ കൂടുതലാണ്. ഗൾഫിൽ വേതനം ഏറ്റവും അധികം ഉയർത്തിയതും സൗദി കമ്പനികളാണ്. ശരാശരി 6 മുതൽ 10% വരെ. ഗൾഫിൽ 63% കമ്പനികൾ 1% മുതൽ 5% വരെയും 25.6% കമ്പനികൾ 6% മുതൽ 10% വരെയും 11.4% കമ്പനികൾ 11% കൂടുതലും വേതനം കൂട്ടി. ജീവനക്കാരുടെ വാർഷിക അലവൻസിലും സൗദിയിലെ കമ്പനികളാണ് ആദ്യ സ്ഥാനത്ത്. സൗദിയിൽ 83.1% കമ്പനികൾ ജീവനക്കാർക്ക് വാർഷിക അലവൻസ് നൽകി. വാർഷിക അലവൻസിൽ ഗൾഫ് ശരാശരി 62.7%. സൗദിയിൽ 86.4% കമ്പനികൾ ഈ വർഷം ജീവനക്കാർക്ക് ശമ്പള വർധനവോ വാർഷിക അലവൻസോ നൽകാൻ ആലോചിക്കുന്നുണ്ട്. 52.5% സൗദി കമ്പനികൾ ശമ്പള വർധനവും വാർഷിക അലവൻസും നൽകാൻ ആലോചിക്കുന്നു. മറ്റു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗദിയിലാണ് പണപ്പെരുപ്പം ഏറ്റവും കുറവെങ്കിലും ജീവിത ചെലവുകളിലുണ്ടായ വർധനയ്ക്കനുസൃതമായ ശമ്പള സ്കെയിലുകൾ പരിഷ്കരിക്കാൻ 55.9% സൗദി കമ്പനികൾക്ക് പദ്ധതിയുണ്ട്. സാമ്പത്തികേതര ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ 2ാം സ്ഥാനത്താണ് സൗദി കമ്പനികൾ. ഈ രംഗത്ത് 1ാം സ്ഥാനത്ത് UAE കമ്പനികളാണ്. UAEയിൽ 93.2% കമ്പനികളും വഴക്കമുള്ള തൊഴിൽ സമയം, ഇൻഷുറൻസ് എന്നിവ അടക്കമുള്ള സാമ്പത്തികേതര ആനുകൂല്യങ്ങൾ നൽകുന്നു. ന്യൂസ് 18 സൗദി. വാഹനമോടിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുന്ന വീഡിയോ പങ്കുവച്ച അബുദാബി പോലീസ്. റെഡ് സിഗ്നൽ മറികടന്ന് വാഹനം വരുന്നതും അപകടമുണ്ടാക്കുന്നതുമാണ് വീഡിയോയിൽ. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും വാഹനമോടിക്കുന്നവരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങളെന്നും അധികൃതർ പറയുന്നു. റെഡ് സിഗ്നൽ മറികടന്നാൽ 1000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റും കൂടാതെ വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. പിഴയടച്ചില്ലെങ്കിൽ 3 മാസത്തിന് ശേഷം വാഹനം വിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. ദുബായിൽ കാണാതായ മലയാളി യുവാവിന്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി 29-കാരൻ അമൽ സതീഷാണ് മരിച്ചത്. ദുബായിൽ റാഷിദയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സോനാപൂരിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് അയക്കും. 5ാമത് ഇന്റർനാഷണൽ കന്യാർകളി മേള നാളെ നടക്കും. രാവിലെ അജ്മാനിലെ വിന്നേഴ്സ് ക്ലബിൽ കേളികൊട്ടോടെ ആരംഭിക്കുന്ന മേളയിൽ 15ഓളം ദേശങ്ങളെ പ്രതിനിധീകരിച്ച് പൊറാട്ടുവേഷങ്ങൾ അരങ്ങേറും. സ്വദേശത്തെയും വിദേശത്തെയും 100ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളയ്ക്ക് ദാമോദരൻ കൊങ്ങശ്ശേരി നേതൃത്വം നൽകും. UAEയിലുള്ള പാലക്കാടൻ ദേശകൂട്ടായ്മയാണ് മേള സംഘടിപ്പിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. GST നഷ്ടപരിഹാര കാലാവധി നീട്ടില്ലെന്ന് കേന്ദ്രം. എന്നാൽ കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചെന്നും സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. രേഖകളെല്ലാം ഉടൻ സമർപ്പിക്കുമെന്നും ബാലഗോപാൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചത്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ ആവശ്യപ്പെട്ടത് കോമ്പൻസേഷൻ്റെ കാലാവധി നീട്ടുന്നതിനാണ്. അതിനെ സംബന്ധിച്ച് കോമ്പൻസേഷൻ കാലാവധി നമ്മൾ നീട്ടാനായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് സംബന്ധിച്ചുള്ള പോസിറ്റീവായ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും അത് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും അത് പരിഗണിക്കണം, അതിനുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കത് എന്തുകൊണ്ട് നമ്മളത് പറയുന്നു എന്നുള്ളത് കോവിഡും മറ്റ് പ്രളയം പോലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടും, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനൊപ്പം തന്നെ ഈ ടാക്സ് റവന്യൂ ന്യൂട്രൽ റേറ്റിനകത്ത് വലിയ കുറവ് വരുത്തിയതുകൊണ്ട്, ലക്ഷറി ഐറ്റങ്ങൾ ടാക്സ് കുറച്ചതുകൊണ്ടുള്ള പ്രശ്നം തന്നെ നമ്മൾ അക്കാര്യം പറഞ്ഞിരുന്നു. ഇക്കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനം അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയ സംസ്ഥാനങ്ങൾക്ക് ഉടൻ GST നഷ്ടപരിഹാരം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഡൽഹിയിൽ ചേർന്ന GST കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പിഴവുണ്ടായെന്ന വിമർശനം സംസ്ഥാനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണം. That the entire due on the pending balance of the GST compensation will be cleared as of today.
all dues, that is, because I'll just take you back for a minute. As of May 31st, we had cleared all the dues. There was something left in the name of dues for June. Even that is getting cleared. We have decided to release this amount from our own resources, and this same amount will be recouped from the future compensation cess collection. So the amount is not with us, but we are still giving it with our own resources, and the total which is being given out is 16,982 crores. With this release, therefore, the center would clear the entire provisionally admissible compensation cess dues for 5 years as envisaged in the GST Compensation to States Act 2017. 49ാമത് GST കൌൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പിഴവുണ്ടായെന്നും നഷ്ടപരിഹാരം നീട്ടുന്നത് സംബന്ധിച്ച ചർച്ച ഇന്നുണ്ടായില്ലെന്നും തമിഴ്നാട് ധനമന്ത്രി പളനിവേൽ ത്യാഗരാജൻ പറഞ്ഞു. GST തർക്ക പരിഹാരത്തിനായുള്ള ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനുള്ള മന്ത്രിതല ശുപാർശയെ കേരളം എതിർത്തു. ഇന്നത്തെ വിനിമയ നിരക്ക് UAE ദിർഹം 22.53, സൗദി റിയാൽ 22.08, കുവൈറ്റി ദിനാർ 270.83, ഖത്തറി റിയാൽ 22.73, ഒമാനി റിയാൽ 215.54, ബഹ്റൈനി ദിനാർ 220.15. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ വെട്ടിലാക്കി ലൈഫ് മിഷൻ മുൻ സിഇഒയുടെ മൊഴി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ രേഖകൾ തയ്യാറാക്കിയത് M. ശിവശങ്കർ ആണെന്ന് UV ജോസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. സാമ്പത്തിക ഇടപാടുകളിൽ പങ്കില്ലെന്നും UV ജോസ് വ്യക്തമാക്കി. ലൈഫ് മിഷൻ കോഴക്കേസിൽ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുമ്പോഴും M. ശിവശങ്കറിനെ കുരുക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതിയതായി ലഭിക്കുന്ന ഓരോ മൊഴിയും. നിർമ്മാണ കമ്പനിയായ യൂണിടാക്കിന് കരാർ ലഭിക്കാൻ ശിവശങ്കർ ഇടപെടൽ നടത്തിയെന്ന് ലൈഫ് മിഷൻ മുൻ CEO UV ജോസ് മൊഴി നൽകി. ഭവന പദ്ധതിയുടെ രേഖകൾ എല്ലാം തയ്യാറാക്കി നൽകിയത് ശിവശങ്കറാണ്. കരാറിൽ ഒപ്പിടുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. സാമ്പത്തിക ഇടപാടിൽ പങ്കില്ലെന്നും പദ്ധതിക്ക് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നുമാണ് UV ജോസ് നൽകിയ മൊഴി. യൂണിടാക്കുമായി ഉണ്ടാക്കിയ കരാറിന്റെ രേഖകൾ ഹാജരാക്കാനും UV ജോസിനോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു. കരാർ രേഖകൾ UV ജോസിന് ഹാജരാക്കാനായില്ല. വിരമിച്ചിട്ട് 2 വർഷമായെന്നും തന്റെ കൈവശം രേഖകൾ ഇല്ലെന്നുമാണ് മറുപടി. അതേസമയം ഭവന പദ്ധതിയുടെ കരാർ രേഖകൾ ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ആരോപണമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. രേഖകൾ വിജിലൻസിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 4ാം ദിവസവും തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ആകാശ് തില്ലങ്കേരിക്കെതിരായ CPM പൊതുയോഗത്തിൽ P. ജയരാജനെ പങ്കെടുപ്പിക്കാൻ പാർട്ടി. തിങ്കളാഴ്ച സംഘടിപ്പിച്ചിരിക്കുന്ന വിശദീകരണ യോഗത്തിൽ P. ജയരാജൻ പങ്കെടുക്കും. നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ CPM മാറ്റം വരുത്തി. P. ജയരാജന്റെ ഫോട്ടോ ഉൾപ്പെടുത്തി പുതിയ പോസ്റ്ററും പുറത്തിറക്കി. CPMനുള്ളിൽ P. ജയരാജൻ അനുകൂലിയായിരുന്നു ആകാശ് തില്ലങ്കേരി. തില്ലങ്കേരിയിലെ യോഗം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ഡിവൈഎഫ്ഐയും തില്ലങ്കേരിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതേസമയം ആകാശിന്റെ വെളിപ്പെടുത്തൽ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. CPMനെ ഇപ്പോൾ ക്രിമിനലുകൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ആകാശ് തില്ലങ്കേരി വിഷയങ്ങളിൽ പ്രതികരിക്കാതെ A. റഹീം. ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ താൽപര്യമില്ലെന്നും ഒന്നും പറയാനില്ലെന്നും A. റഹീം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ ഞാനത് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആരുമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ എന്തെങ്കിലും ഈ വിഷയവുമായി ഞാൻ പറഞ്ഞു അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാകാം, ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കും. ഒരാശങ്കയില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം.
അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യം രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംബന്ധിച്ച വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രശ്നം പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ആശങ്കകളല്ലേ പരിഹരിക്കണ്ടേ, സംസാരിക്കണ്ടേ? സഖാക്കളോട് തിരുത്തണമെന്ന് പാർട്ടി. സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തിയിൽ നിന്ന് സഖാക്കളെ മോചിപ്പിക്കണമെന്ന് CPM. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെറ്റ് തിരുത്തൽ രേഖയിലാണ് പരാമർശം. തുടർഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി വാങ്ങിക്കൊടുക്കുക എന്നത് ചിലർ അവകാശമായി കാണുന്നുവെന്ന വിമർശനവും രേഖയിലുണ്ട്. കഴിഞ്ഞ ഡിസംബർ 21-22 തീയതികൾ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. പാർട്ടിയെ ബാധിച്ച ജീർണ പ്രവണതകൾ എണ്ണിപ്പറഞ്ഞാണ് തെറ്റുതിരുത്താൻ നിർദ്ദേശിക്കുന്നത്. തുടർഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തി നേതാക്കൾക്കിടയിൽ കൂടി. ഉത്തരവാദപ്പെട്ട ഘടകങ്ങളിലെത്തിയാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി വാങ്ങിക്കൊടുക്കുക എന്നത് ചില നേതാക്കൾ അവകാശമായി കാണുന്നു. ഇവരുടെ പ്രവർത്തനം ഓരോ പ്രദേശത്തും വലിയ അവമതിപ്പിനിടയാക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തൊഴിൽ പാർട്ടി നേതാക്കൾ തട്ടിയെടുത്തുന്ന വികാരമാണ് പൊതുജനങ്ങളിൽ ഇതുണ്ടാക്കുന്നത്. ഇത് പാർട്ടിയും ജനങ്ങളും തമ്മിൽ അകൽച്ചയ്ക്കിടയാക്കുന്നുവെന്ന് CPM ആശങ്കപ്പെടുന്നു. അർഹതപ്പെട്ടവർക്ക് സംരക്ഷണം കിട്ടാതെ വരുന്നതോടെ അതിന്റെ നിരാശ അവരിലുണ്ടാവും. അത് പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കർശന നിലപാട് വേണമെന്നാണ് സംസ്ഥാന സമിതി നിർദ്ദേശം. ജില്ലാ ഘടകങ്ങളിലെ ചർച്ചയ്ക്ക് ശേഷം ഏരിയ കമ്മിറ്റികൾ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുകയാണ്. പാർട്ടി ബ്രാഞ്ചുകളിലും ചർച്ചയുണ്ടാകും. രേഖയുടെ അടിസ്ഥാനത്തിലുള്ള തെറ്റുതിരുത്തൽ നടപടികളിലേക്കും CPM കടന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യനെ കാത്ത് നാടെങ്ങും കരിങ്കൊടി. പാലക്കാട് ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അൻസാരി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. പുലർച്ചെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീർ അടയന്നൂരിനെ കരുതൽ തടങ്കലിലാക്കി. കരുതൽ തടങ്കലിനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ഇറങ്ങിയാൽ ജനങ്ങൾക്ക് യാത്ര സാധ്യമാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര പുലിയിറങ്ങിയെന്ന് പറയുന്ന പോലെയാണെന്നും VD സതീശൻ. വാർത്തകളിലേക്ക്. കൊച്ചിയിലെ നാവിക കമാൻഡും കപ്പൽശാലയും അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 10 പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളിലൊന്നായാണ് പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമം ഈ പ്രദേശങ്ങളിൽ ബാധകമായിരിക്കും. കർശന സുരക്ഷാ നിരീക്ഷണം വേണ്ട മേഖലകളുടെ പട്ടിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. പൊതുജനങ്ങൾക്കും പ്രദേശത്ത് കർശന നിയന്ത്രണമുണ്ട്. ഈ മേഖലയിലെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ശത്രു രാജ്യങ്ങൾക്ക് സഹായകമാകുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന് പുറമെ തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സമാനമായ രീതിയിൽ സുരക്ഷാ മേഖലകളുണ്ട്. KSRTC തൊഴിലാളി സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വരുമാനത്തിനനുസരിച്ച ശമ്പളം എന്ന നിർദ്ദേശത്തിൽ യൂണിയനുകൾക്ക് ആശങ്ക വേണ്ട. സർക്കാർ അനുമതിയോടെ അല്ല നിർദ്ദേശമെന്നും സോണൽ മീറ്റിംഗിലാണ് ഇക്കാര്യം ഉയർന്നുവന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രായോഗിക തീരുമാനത്തെ തള്ളിക്കളയേണ്ട ആവശ്യമില്ലെന്നും ആന്റണി രാജു പ്രതികരിച്ചു.